ശബരിമല സന്നിധാനത്തെ അതീവ പവിത്രമായ ദ്വാരപാലക ശില്പങ്ങളിൽ നിന്നും പുണ്യസ്വർണം അപഹരിച്ചുവെന്ന് ഞെട്ടിപ്പിക്കുന്ന കേസിൽ ദേവസ്വം ബോർഡ് മുൻ പ്രസിഡന്റ് എ പത്മകുമാറിന് കനത്ത തിരിച്ചടി നേരിട്ടിരിക്കുകയാണ്. കേസിൽ അറസ്റ്റിലായ പത്മകുമാറിന്റെ ജാമ്യാപേക്ഷ കൊല്ലം വിജിലൻസ് കോടതി തള്ളിക്കളഞ്ഞതോടെ വരും ദിവസങ്ങളിൽ കൂടുതൽ വെളിപ്പെടുത്തലുകൾ ഉണ്ടാകുമെന്ന സൂചനയാണ് പുറത്തുവരുന്നത്. ശബരിമലയിലെ കട്ടിളപ്പാളി കേസിലും സമാനമായ രീതിയിൽ പത്മകുമാറിന്റെ ജാമ്യാപേക്ഷകൾ നേരത്തെ വിജിലൻസ് കോടതിയും ഹൈക്കോടതിയും നിരാകരിച്ചിരുന്നു. ഈ പുതിയ വിധിയിലൂടെ സർക്കാരിനും ദേവസ്വം ബോർഡിനും ഏറെ പ്രതിസന്ധി സൃഷ്ടിക്കുന്ന രാഷ്ട്രീയ ഭൂകമ്പത്തിനാണ് തുടക്കമായിരിക്കുന്നത്. സ്വർണ്ണപ്പാളികൾ മുഖ്യപ്രതിയായ ഉണ്ണികൃഷ്ണൻ പോറ്റിക്ക് കൈമാറുന്ന വേളയിൽ കൂടെ ഉണ്ടായിരുന്ന മറ്റുള്ളവർക്കും ഇതിൽ ഉത്തരവാദിത്തമുണ്ടെന്ന സാങ്കേതിക വാദമാണ് പത്മകുമാർ കോടതിയിലും ഉയർത്തിയതെങ്കിലും അന്വേഷണ സംഘം കൃത്യമായ തെളിവുകളോടെ ഇതിനെ പ്രതിരോധിച്ചു. പത്മകുമാറിന്റെ സ്വർണ്ണക്കൊള്ളയിൽ നേരിട്ട് പങ്കുണ്ടെന്നും ഭരണാധികാരി എന്ന നിലയിൽ നടന്ന ക്രമക്കേടുകളെ കുറിച്ച് അദ്ദേഹത്തിന് കൃത്യമായ അറിവുണ്ടായിരുന്നുവെന്നും വ്യക്തമാക്കുന്ന രേഖകൾ വിജിലൻസ് സംഘം കോടതിയിൽ സമർപ്പിക്കുകയും ചെയ്തു.